എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സുകളൊക്കെ എല്ലാവരും കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, ഒരുപാട് യൂസ്ഫുൾ ആയെന്ന് എല്ലാവരുടെയും കമൻസ് ഒക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി. ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കോപ്പി പേസ്റ്റ് ചെയ്യാനാണ്. അപ്പോൾ അത്രത്തോളം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ അതിൻ്റെ ബാക്കിയായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് കട്ട് ചെയ്തിട്ട് പേസ്റ്റ് ചെയ്യുന്നത്, അതായത് കട്ട് പേസ്റ്റ് ചെയ്യാനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരുപാട് പേര് പ്രയാസമാണ് അല്ലെങ്കിൽ പഠിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ ടോപ്പിക്സ് ആണ്. അപ്പോൾ നമുക്ക് നല്ല എളുപ്പത്തിൽ തന്നെ നമ്മുടെ ക്ലാസ്സിൽ ഇന്ന് കട്ട് പേസ്റ്റ് പഠിച്ചെടുക്കാം. അപ്പോൾ പുതിയതായിട്ട് ആരെങ്കിലും നമ്മളുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വെൽക്കം ടു അവർ ഫാമിലി. നമ്മളുടെ വീഡിയോസൊക്കെ കാണുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പം വേറെ വിശേഷമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. സോ എല്ലാവർക്കും നമ്മളുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇൻട്രോയിലൊക്കെ പറഞ്ഞ പോലെ നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ പഠിച്ചത് കോപ്പി പേസ്റ്റ് ചെയ്യാനാണ്. അപ്പൊ കോപ്പി പേസ്റ്റ് നമ്മൾ എല്ലാവരും പഠിച്ചു, എളുപ്പമാണ്, പ്രയാസമൊന്നുമില്ല. നമ്മുടെ ക്ലാസ് കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും അത് വളരെ നന്നായിട്ട് തന്നെ മനസ്സിലായെന്ന് എല്ലാവരുടെയും കമന്റ്സ് കണ്ടപ്പോൾ മനസ്സിലായി. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കട്ട് പേസ്റ്റ് ആണ്. അപ്പൊ കോപ്പി പേസ്റ്റ് പോലെ തന്നെ അത്രത്തോളം പ്രാധാന്യമുള്ള ഒരു കാര്യമാണ് ഈ കട്ട് പേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ എല്ലാവരും പ്രയാസമാണ് എന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷെ അത്രയ്ക്ക് പ്രയാസമൊന്നുമില്ല, നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നതിന്റെ ആ ഒരു ഇതാണ്. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എളുപ്പം തന്നെ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ എന്താണ് ഈ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാല്, നമ്മൾ സാധാരണ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്താണ്, കട്ട് ചെയ്തെടുക്കുക, ഒരു സ്ഥലത്തു നിന്ന് കട്ട് ചെയ്തെടുക്കുക. പേസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാല് അതിനെ ഒരു സ്ഥലത്തു നിന്ന് കട്ട് ചെയ്തെടുത്ത് മറ്റൊരു സ്ഥലത്തോട്ട് നമ്മൾ കൊണ്ട് വെക്കുക. അതാണ് ഈ കട്ട് പേസ്റ്റ് എന്ന് പറയുന്നത്. അതേസമയം കോപ്പി പേസ്റ്റ് എന്ന് പറഞ്ഞാല് നമ്മൾ കോപ്പി ചെയ്തു അതിനെ പേസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഒരു കാര്യത്തിന്റെ മറ്റൊരു കോപ്പി കൂടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തെന്നാണ് കോപ്പി പേസ്റ്റിന്റെ മീനിങ്. അതേസമയം കട്ട് പേസ്റ്റ് എന്ന് പറഞ്ഞാല് കട്ട് ചെയ്തെടുത്തു, ആ ഒരു സ്ഥലത്തു നിന്ന് നമ്മൾ അതിനെ കട്ട് ചെയ്തെടുത്തു, അതിനെ പേസ്റ്റ് ചെയ്തു. അപ്പൊ അത് ഒറിജിനൽ ആയിട്ട് ഉള്ള സ്ഥലത്ത് ഇപ്പൊ ഇല്ല, നമ്മൾ പുതിയതായിട്ട് കൊണ്ടുവച്ച സ്ഥലത്തെ അത് കാണത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്തൊരു കാര്യം കട്ട് ചെയ്താലും കോപ്പി ചെയ്താലും അത് മറ്റൊരു സ്ഥലത്ത് വരണമെങ്കിൽ അതിനെ പേസ്റ്റ് ചെയ്തിരിക്കണം. അപ്പൊ കട്ടിന്റെ കൂടെയും കോപ്പിയുടെ കൂടെയും നമ്മൾ ഉപയോഗിക്കുന്നത് പേസ്റ്റിനെയാണ്. പേസ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് അതിനെ അവിടെ കൊണ്ടുവരാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ ഒരു ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ 4 ലൈൻസിനെ നമ്മൾ കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ എന്താണ് കട്ട് പേസ്റ്റ് എന്ന് നമ്മൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും. അപ്പൊ കട്ട് ചെയ്യണമെങ്കിലും കോപ്പി ചെയ്യണമെങ്കിലും എന്തൊരു കാര്യം നമുക്ക് കമ്പ്യൂട്ടറിൽ ചെയ്യണമെങ്കിലും അതിനെ നമ്മൾ സെലക്ട് ചെയ്യണം. നമ്മൾ എപ്പോഴും പറയും കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ മെഷീനാണ്, അതിനൊന്നും സ്വയമേ ചെയ്യാൻ അറിയത്തില്ല. അപ്പൊ എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ അതിന് പറഞ്ഞു കൊടുക്കണം. മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇപ്പം നമ്മൾ കോപ്പി ചെയ്തതുപോലെ തന്നെ നമുക്ക് കോപ്പി ചെയ്യേണ്ട ആ ഒരു കാര്യത്തിനെ ആദ്യം സെലക്ട് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഈ ഒരു 4 ലൈൻസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ സെലക്ട് ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, എങ്കിലും ജസ്റ്റ് ഒന്നുകൂടെ പറയാം. ജസ്റ്റ് നമ്മൾ ഈ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ആദ്യത്തെ ലൈനിന്റെ ഫസ്റ്റ് ലെറ്ററിൽ, ഇപ്പൊ വീഡിയോ പ്രൊവൈഡ്സ് എ പവർഫുൾ വേ എന്നാണ് നമ്മുടെ ആ ഒരു ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ വീഡിയോ എന്നുള്ളതിന്റെ ഈ വി എന്നുള്ളതിന്റെ അവിടോട്ട് ജസ്റ്റ് ഇങ്ങനെ മൗസ് കൊണ്ട് വെക്കുക. മൗസ് കൊണ്ട് വെച്ചിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. അപ്പൊ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ എന്ന് പറഞ്ഞാല് നമ്മൾ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ അതിന്റെ കൂടെ എക്സ്റ്റേണൽ ആയിട്ടൊരു മൗസ് കൂടെ മേടിച്ചാല് നമുക്ക് ഉപയോഗിക്കാൻ കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പൊ ഈ ഒരു ടച്ച് പാഡ് ഉപയോഗിക്കുന്നതിലും എളുപ്പം നമുക്ക് മൗസ് ഉപയോഗിക്കുന്നതാണ്. അപ്പൊ എല്ലാവരും ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ അതിന്റെ കൂടെ എക്സ്റ്റേണൽ ആയിട്ടൊരു മൗസ് കൂടെ വാങ്ങിക്കുക. അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാനായിട്ട് മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക. കൈ എടുക്കാൻ പാടില്ല, പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുക. നമ്മൾ കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ മൗസ് ഇങ്ങനെ മുന്നോട്ട് നീക്കി നീക്കി പോവുക. കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പറയുവാണെങ്കിൽ ഡ്രാഗ് ചെയ്യാന്ന് പറയും. അപ്പൊ ഇങ്ങനെ നമ്മൾ നീക്കുന്ന അനുസരിച്ച് അത് സെലക്ട് ആവുന്നത് കാണാം. അപ്പൊ മൊത്തം ലൈനും സെലക്ട് ആയതിനു ശേഷം മാത്രം മൗസിൽ നിന്നും കൈയെടുക്കുക. നമ്മൾ കൈയെടുത്ത് കഴിയുന്ന ഉടനെ ആ ഒരു സെലക്ഷൻ പോകത്തൊന്നുമില്ല. മൊത്തം സെലക്ഷൻ ആയതിനു ശേഷം മാത്രമേ മൗസിൽ നിന്ന് കൈയെടുക്കാവൂ. അപ്പൊ ഈ സെയിം പ്രൊസീജിയർ തന്നെ നമുക്ക് ലാസ്റ്റിൽ നിന്നും ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാസ്റ്റിൽ നിന്ന് സെലക്ട് ചെയ്യാൻ ഈ ലാസ്റ്റ് അവസാനത്തെ ആ ഒരു ലെറ്ററിന്റെ അവിടെ വെക്കുക. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, കൈയെടുക്കാൻ പാടില്ല. ദെൻ മൗസ് മുന്നോട്ട്, അതായത് മുകളിലോട്ട് ഇങ്ങനെ
ഡ്രാഗ് ചെയ്യുക. നമ്മൾ ആദ്യം ചെയ്തിട്ട് മുന്നോട്ട് ഡ്രാഗ് ചെയ്തു, അവസാനം ചെയ്തിട്ട് പുറകോട്ട് ഡ്രാഗ് ചെയ്യുക. അപ്പൊ ഇതാണ് സെലക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ് എന്ന് പറഞ്ഞാല്. ഇനിയിപ്പോ ചെയ്യേണ്ടത് മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ നമുക്കിങ്ങനെ കുറെ ഓപ്ഷൻസ് കാണാൻ പറ്റും. അപ്പൊ ഈ ഓപ്ഷൻസ് ജസ്റ്റ് നമ്മളൊന്ന് വായിച്ചു നോക്കുക. ആദ്യമേ ഫസ്റ്റ് ഓപ്ഷൻ കട്ടാണ്, അതിനുശേഷം കോപ്പി പേസ്റ്റ്, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമുക്ക് ആദ്യത്തെ വായിച്ചപ്പോ തന്നെ നമ്മുടെ ആവശ്യമുള്ള ആളെ നമുക്ക് കിട്ടി. അതായത് കട്ട് ചെയ്താണ് നമ്മൾ പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് വൺ നമുക്ക് ഈ കട്ട് എന്നുള്ളത് ആണ് നമ്മുടെ ആവശ്യമെന്ന് നമുക്കറിയാം, മനസ്സിലായി. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് കട്ട് എന്നുള്ളത് സെലക്ട് ചെയ്യണം. അപ്പൊ അറിയാമല്ലോ നമ്മൾ എങ്ങനെയാ സെലക്ട് ചെയ്യുന്നതെന്ന്. ജസ്റ്റ് ഇങ്ങനെ മൗസ് ഇങ്ങനെ മൂവ് ചെയ്ത് ഈ കട്ട് എന്നുള്ളതിന്റെ എവിടെയെങ്കിലും വെക്കുക. ഇപ്പൊ ഇന്ന പൊസിഷനിൽ വെക്കണമെന്നില്ല, ഇന്ന സ്ഥലത്ത് വെക്കണമെന്നില്ല. ഈ കട്ട് എന്നുള്ളതിന്റെ എവിടെയെങ്കിലും വെക്കുക. അതിനുശേഷം സെലക്ട് ചെയ്യാൻ വേണ്ടി മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ നമ്മൾ പ്രസ് ചെയ്തപ്പോ തന്നെ നമ്മൾ സെലക്ട് ചെയ്ത ആ ഒരു കാര്യം അവിടെ ഇല്ല, കാണുന്നില്ല. കാരണം എന്താണ്? നമ്മൾ അതിനെ അവിടുന്ന് കട്ട് ചെയ്തെടുത്ത് നമ്മുടെ മൗസിന്റെ തുഞ്ചത്തത് ഇരിക്കുവാണ്. ഇനി ആ ഒരു കാര്യം പുതിയ സ്ഥലത്ത് വരണമെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യണം? പേസ്റ്റ് ചെയ്യണം. പേസ്റ്റ് ചെയ്താൽ മാത്രമേ അത് പുതിയൊരു സ്ഥലത്ത് വരത്തുള്ളൂ. അപ്പൊ ഇനി നമ്മൾ അതിനെ പേസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പൊ ഈ ഒരു കാര്യം നമുക്ക് എവിടോട്ടാണോ വേണ്ടത് ആ സ്ഥലം നമ്മൾ ആദ്യം സെലക്ട് ചെയ്യണം. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇവിടെയാണ് ഇരുന്നത്. ഇനിയിപ്പൊ നമുക്ക് പൊസിഷൻ മാറി ജസ്റ്റ് താഴോട്ട് എനിക്ക് താഴോട്ടാണ് വേണ്ടത്. അപ്പൊ താഴെ നമ്മൾ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ മൗസ് അവിടോട്ട് വെക്കുക. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തപ്പോ തന്നെ നമുക്ക് കർസർ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. കർസർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈൻ ആണ്. ഇനി ചെയ്യേണ്ടത് കർസർ അവിടെ വന്നു. അതായത് നമുക്ക് എവിടെയാണോ ഇതിനെ കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെക്കേണ്ടത് ആ ഒരു സ്ഥലം നമ്മൾ സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാല് ജസ്റ്റ് മൗസ് ഇങ്ങനെ അവിടോട്ട് കൊണ്ടുവച്ചു. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. ഇപ്പൊ നമുക്ക് ഈ ഒരു പൊസിഷനിലാണ് വേണ്ടത്. സോ നമ്മൾ ഇവിടെ മൗസ് കൊണ്ടുവച്ചു, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. ഇനിയിപ്പോ ചെയ്യേണ്ടത് മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ ആ കട്ടും കോപ്പിയും എടുത്ത അതേ പ്രൊസീജിയർ ആണ്. അപ്പൊ നമുക്ക് പുതിയൊരു ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ പുതിയൊരു ബോക്സ് വന്നിട്ടുണ്ട്. ജസ്റ്റ് അത് നോക്കിയപ്പോ തന്നെ നമുക്ക് മനസ്സിലായി നമുക്ക് ആവശ്യമുള്ള ആള് പേസ്റ്റ് ആണ്. അപ്പൊ ഈ പേസ്റ്റിനകത്ത് 4 ബോക്സുകളുണ്ട് ഉണ്ടോ. അപ്പൊ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഓരോന്നിലും വെക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കുമെന്ന് താഴെ നമുക്ക് ജസ്റ്റ് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ അധികം കൂടുതലൊന്നും നമ്മൾ ആലോചിക്കേണ്ട. നമ്മൾ ഈ ഫസ്റ്റ് വൺ ഒന്നാമത്തെ പേസ്റ്റ് ഓപ്ഷൻസ് എന്ന് പറയുന്നതിന്റെ താഴെ കിടക്കുന്ന ഒന്നാമത്തെ ബോക്സ് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർത്തോണം മൗസ് അതിലോട്ട് വെച്ചു, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. ഇപ്പൊ എന്ത് സംഭവിച്ചു? നമ്മൾ കട്ട് ചെയ്ത ആ ഒരു കാര്യം മറ്റൊരു സ്ഥലത്തോട്ട് കൊണ്ട് പേസ്റ്റ് ചെയ്ത് വെച്ചു എന്ന് പറഞ്ഞാല് നമ്മൾ കട്ട് ചെയ്ത സ്ഥലത്ത് അതിനെ കാണാൻ പറ്റില്ല. അവിടുന്ന് അത് പോയി. നമ്മൾ പേസ്റ്റ് ചെയ്ത പുതിയ സ്ഥലത്തായിരിക്കും കാണുന്നത്. അപ്പൊ ഇതാണ് കട്ട് പേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. കട്ട് ചെയ്തു എടുത്തു, അവിടുന്ന് അതിനെ കട്ട് ചെയ്തെടുത്തു, പിന്നെ അത് ആ ഒരു സ്ഥലത്ത് ഇല്ല. പേസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞാല് പുതിയൊരു സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ അതിനെ വെച്ചു. അപ്പൊ ഇങ്ങനെയാണ് കട്ട് പേസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഒരു തവണ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പൊ ജസ്റ്റ് നമുക്ക് ഒന്നുകൂടെ ഇതിനൊന്ന് പേസ്റ്റ് ചെയ്ത് നോക്കാം. സെയിം പ്രൊസീജിയർ ആണ്. നമുക്ക് ഇത് എവിടാണോ വേണ്ടത് ആ ഒരു പൊസിഷൻ സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓർത്തോണം മൗസ് അവിടോട്ട് വെച്ചു, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു സെലക്ഷന് വേണ്ടിയിട്ട്. ഇനി ചെയ്യേണ്ടത് മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, പേസ്റ്റ് സെലക്ട് ചെയ്യുക. ഇപ്പൊ 2 കോപ്പി വന്നു. ഇനി അടുത്ത കോപ്പി വേണമെങ്കിലും സെയിം പ്രൊസീജിയർ ആണ്. റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, അതിൽ നിന്നും പേസ്റ്റ്. അപ്പൊ ഇങ്ങനെ എത്ര തവണ വേണമെങ്കിലും നമുക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഒരു തവണ കോപ്പി അല്ലെങ്കിൽ കട്ട് ചെയ്താൽ മതി. നമുക്കതിനെ എത്ര തവണ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതാണ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്തു നിന്ന് അതിനെ കട്ട് ചെയ്തെടുത്തു പുതിയ സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു. ആ പഴയ സ്ഥലത്ത് നമുക്ക് അതിനെ കാണാനായിട്ട് പറ്റില്ല. നമ്മൾ എവിടെയാണോ കൊണ്ട് പേസ്റ്റ് ചെയ്തത് അവിടെ ആയിരിക്കും അത് ഉള്ളത്. പിന്നെ നമുക്ക് എത്ര തവണ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാം. അതായത് അതിന്റെ കോപ്പി നമുക്ക് എത്ര എണ്ണം വേണമെങ്കിലും ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും.
അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ കമ്പ്യൂട്ടർ പഠിക്കുമ്പോൾ അതിനകത്ത് എന്താ പറയുക, ഒഴിവാക്കാൻ പറ്റാത്ത എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് ഈ കോപ്പി പേസ്റ്റ്, കട്ട് പേസ്റ്റ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇതിന് ഷോർട്ട് കട്ട്സും ഉണ്ട്, എളുപ്പവഴി. അപ്പൊ അത് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറയാം. എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ നമുക്ക് സ്വയമേ തന്നെ നമുക്കത് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ജസ്റ്റ് ഒന്നും കൂടെ പറയാം, ഇനി ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ പറയാം. അപ്പം കുറച്ചുപേരൊക്കെ പറയും ക്ലാസ് കേട്ട് കഴിയുമ്പോൾ പിന്നെയൊക്കെ ആവർത്തിച്ച് പറയുന്നല്ലോ എന്ന്. അപ്പൊ അതെന്താന്ന് വെച്ചാല് നമ്മൾ എപ്പോഴും ക്ലാസ് ചെയ്യുന്നത് ഒന്നും അറിയാത്തവർക്ക് അല്ലെങ്കിൽ ഒരുപാട് ക്ലാസ്സിന് പോയി എന്നിട്ടും മനസ്സിലാകാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പൊ ചിലപ്പോൾ അവർക്ക് ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. അപ്പം കുറച്ച് പ്രായമുള്ളവർക്കും ഒക്കെ ആണെങ്കിൽ നമുക്ക് ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ അത് മനസ്സിലാകത്തില്ല. അപ്പൊ കുറെ കൂടെ നമ്മൾ കേട്ട് കഴിയുമ്പോൾ നമ്മൾ അതങ്ങ് പഠിച്ചു പോകും, ഓട്ടോമാറ്റിക്കലി നമ്മൾ അതങ്ങ് പഠിച്ചു പോകും. അപ്പൊ അതുകൊണ്ടാണ് പിന്നെയും പറയുന്നത്. അപ്പൊ ജസ്റ്റ് മനസ്സിലായവര് കുഴപ്പമില്ല, സ്കിപ്പ് അടിച്ചു പോയിക്കോളൂ, കുഴപ്പമില്ല. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്നും കൂടെ നോക്കാം എങ്ങനെയാണ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതെന്ന്. നമ്മൾ ഒന്നും കൂടെ പറയാൻ പോവാണ് എങ്ങനെയാണ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പം നമുക്ക് കട്ട് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ കോപ്പി ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മൾ ആ ഒരു കാര്യത്തിനെ ആദ്യം സെലക്ട് ചെയ്യണം. ഇപ്പൊ നമുക്ക് ഈ ഒരു 4 ലൈൻ ഇതിനെയാണ് നമുക്ക് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ ഈ 4 ലൈനും നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പൊ ഈ 4 ലൈൻ നമ്മൾ സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാല് ജസ്റ്റ് ഇങ്ങനെ അതിലോട്ട് കൊണ്ടുവച്ചു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെലക്ട് ആകത്തില്ല. അപ്പൊ സെലക്ട് ആകണമെങ്കിൽ ഒന്നുകിൽ ഈ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ മൗസ് വെക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ച് മൗസ് ഇങ്ങനെ മുന്നോട്ട് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മൗസ് ഇങ്ങനെ മുന്നോട്ട് നീക്കുക. അപ്പൊ അതനുസരിച്ച് അത് സെലക്ട് ആകും. അല്ല എങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവസാനത്തെ ലൈനിന്റെ അവസാനിക്കുന്ന ആ പോർഷനിൽ മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്ത് പിടിക്കുക, പുറകോട്ട് മൗസ് ഡ്രാഗ് ചെയ്യുക. അപ്പൊ ഈ 2 മെത്തേഡും നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ എളുപ്പം അത് മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഇപ്പൊ രണ്ടും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഇനിയിപ്പോ ചെയ്യേണ്ടത് നമുക്ക് കട്ട് ചെയ്യണമെങ്കിലും കോപ്പി ചെയ്യണമെങ്കിലും ഒക്കെ ഈ ഒരു ഓപ്ഷൻ നമുക്ക് കാണണം. അപ്പൊ ആ ഓപ്ഷൻ കാണണമെങ്കിൽ ചെയ്യേണ്ടത് ഈ സെലക്ഷന്റെ അകത്ത് എവിടെയെങ്കിലും ജസ്റ്റ് മൗസ് വെക്കുക, അതിനുശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഇങ്ങനെ കാണാം. അപ്പൊ നമ്മൾ ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഐഡിയ കിട്ടും. നമുക്ക് കട്ടാണ് ചെയ്യേണ്ടത്. സോ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ കട്ടാണ്. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ മൗസ് ഇങ്ങനെ കൊണ്ടുവന്ന് ഈ കട്ട് എന്നുള്ളതിന്റെ എവിടെയെങ്കിലും മൗസ് വെക്കുക, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. പ്രസ് ചെയ്ത് കഴിയുന്ന ഉടനെ ആ ഒരു കാര്യം അവിടുന്ന് പോയി, കട്ടായി പോയി. നമ്മുടെ മൗസിന്റെ തുഞ്ചത്തിരിപ്പുണ്ട്. ഇനി അത് നമുക്ക് വേണമെങ്കിൽ മറ്റൊരു സ്ഥലത്ത് വേണമെങ്കിൽ അതിനെ നമ്മൾ പേസ്റ്റ് ചെയ്യണം. അപ്പൊ പേസ്റ്റ് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചാൽ സെയിം പ്രൊസീജിയർ ആണ്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിതിനെ എവിടാണോ കൊണ്ടുവെക്കേണ്ടത്, പുതിയ സ്ഥലം എവിടാണോ ആ സ്ഥലം സെലക്ട് ചെയ്യണം. സെലക്ട് ചെയ്യണമെന്ന് പറഞ്ഞാല് ജസ്റ്റ് മൗസ് വെക്കുക, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ ഇവിടാണ് കർസർ വന്നത്, നമ്മൾ ഇവിടോട്ടാണ് അതിനെ പേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇനി പേസ്റ്റ് ഓപ്ഷൻ നമുക്കറിയാം. കാണണമെങ്കിൽ എന്ത് ചെയ്യണം? മൗസിന്റെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക, അതിൽ നിന്ന് പേസ്റ്റിന്റെ ഒന്നാമത്തെ ഓപ്ഷൻ. അപ്പൊ ചില സിസ്റ്റത്തിൽ ഇങ്ങനെ 4 ഓപ്ഷൻ കാണും പേസ്റ്റിന്റെ താഴെ, ചില സിസ്റ്റത്തിൽ പേസ്റ്റ് എന്ന് മാത്രമേ കാണത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ പേസ്റ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഇപ്പൊ നമ്മുടെ സിസ്റ്റം എന്ന് പറഞ്ഞാല് വിൻഡോസ് 11 ആണ്. സോ ഇതിനകത്ത് ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ പേസ്റ്റ് എന്നുള്ളതിന്റെ താഴെ കിടക്കുന്ന 4 ഓപ്ഷനിലെ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഓർത്തോണം, ജസ്റ്റ് മൗസ് അതിലോട്ട് വെച്ചു, അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തു. പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇവിടെ ആയിരുന്നു ഇത് ഇരുന്നത്, അവിടുന്ന് കട്ട് ചെയ്ത് അതിനെ മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചു. ഇനി എത്ര സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് ഇതിനെ പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ ഒരു തവണ നമ്മൾ കട്ട് അല്ലെങ്കിൽ കോപ്പി ചെയ്തതിനെ നമുക്ക് എത്ര തവണ എത്ര സ്ഥലത്ത് വേണമെങ്കിലും കൊണ്ട് പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി വീണ്ടും അതിന്റെ ഒരു കോപ്പി വേണമെങ്കിൽ റൈറ്റ് ക്ലിക്ക് പേസ്റ്റ്, അടുത്തത് വേണമെങ്കിൽ സ്ഥലം സെലക്ട് ചെയ്യുക, പേസ്റ്റ് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് പേസ്റ്റ്, റൈറ്റ് ക്ലിക്ക് പേസ്റ്റ്. അപ്പൊ ഇങ്ങനെ കണ്ടോ, എത്ര കോപ്പി വേണമെങ്കിലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കണ്ടോ, അപ്പൊ ഒരു തവണ കോപ്പി ചെയ്താലും കട്ട് ചെയ്താലും നമുക്ക് അതിനെ എത്ര തവണ വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് MS വേർഡിലെ കട്ട് പേസ്റ്റ്. അപ്പൊ എല്ലാവരും ചെയ്തു നോക്കണം. ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്കത് മനസ്സിലായോ എന്ന് കൂടെ പറയണം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാകും, കാരണം അത്രത്തോളം എളുപ്പമുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞതിന്ന്.
അപ്പോൾ എല്ലാവരും നമ്മളുടെ ഇന്നത്തെ ക്ലാസ് കണ്ടു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വളരെ എളുപ്പം തന്നെ കോപ്പി പേസ്റ്റ് കട്ട് പേസ്റ്റ് ചെയ്യാനും ഒക്കെ എല്ലാവരും പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പം സിസ്റ്റം ഒക്കെ അവൈലബിൾ ആയിട്ടുള്ളവർ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കണം. നാളെ നമുക്ക് നല്ലൊരു ക്ലാസ്സുമായി വീണ്ടും കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി. ടാറ്റാ, ബൈ ബൈ.